പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവന സമാധാനം ആശംസിക്കുന്ന അളിച്ച കർത്താവെ, നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ, ഓരോ ദൗത്യത്തിനായി പോകുന്നവരെ ആ ദൗത്യ നിർവഹണ സമയങ്ങളിൽ അത് കഴിയുമ്പോൾ അവരിൽ സമാധാനം നിറയട്ടെ. കർത്താവ് നിന്റെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ മുൾക്കിരീടത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ തീവ്രാലും മുറിവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരചരണങ്ങളെ ആണിപ്പടുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കുടുംബം കടന്നു പോകുന്ന പ്രത്യേക പ്രതിസന്ധി
കാനായിലെ കല്യാണ കുടുംബത്തിൽ കടന്നു ചെന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ പൂർണ്ണമായി ഏറ്റെടുക്കപ്പെടുകയും അവിടെ കഴിവിനേക്കാളുപരി ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്കിന്ന് മുഴുവനും നിങ്ങൾ എത്തേണ്ടിടത്ത് എത്തുകയും ചെയ്യേണ്ടത് ചെയ്തു തീർക്കുകയും മനസ്സ്, ശരീരം, ആത്മാവ്, ബുദ്ധി, ആലോചന എല്ലാം കൃത്യമായിരിക്കുകയും കർത്താവിൻ്റെ കരുണയാൽ നിങ്ങൾ ആർദ്രമായി അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. അതുപോലെ ഹോംവർക്ക് ചെയ്യുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, ഇൻ്റർവ്യൂ വേണ്ടി ഒരുങ്ങുന്നവർ, അതുപോലെ ഉണ്ടായിരുന്ന അരിയറായിട്ട് കുടിശ്ശികയായിട്ട് കിടക്കുന്ന എല്ലാവിധ ചെയ്തു തീർക്കാനാവാത്ത പദ്ധതികൾ കൊണ്ട് മനസ്സ് മടുത്ത് ഉറങ്ങിപ്പോകുന്നവർ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുകയും എന്തിനു വേണ്ടി നീ പേടിക്കുന്നത്, ആ പേടിക്കുന്ന വിഷയം, എന്തിനു വേണ്ടി നീ ആരെയാണ് നീ പേടിക്കുന്നത്, ആ പേടിക്കുന്ന വ്യക്തി നിനക്ക് കീഴ്പ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. എനിക്കെപ്പോഴും ഞാൻ ആകർഷമുള്ള വാക്കാണ് ദൈവം എല്ലാം വളരെ നല്ലതാണെന്ന് കണ്ടെന്ന്. അപ്പോൾ എന്തെല്ലാം മോശം കാര്യങ്ങൾ ലോകത്തുണ്ടെന്നാണ് ഓരോരുത്തർ പറയുന്നത്. ലോകം ദുരിതമാണ്. ലോകത്തെ കാണുന്ന ആൾക്കാരെ ഇപ്പം സാഹിത്യകാരന്മാരൊക്കെ, ഞാൻ പണ്ട് സാഹിത്യ പുസ്തകങ്ങളൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നു. പിന്നീട് എനിക്ക് സാഹിത്യത്തിനോട് വെച്ചാൽ ഇവർ പലരും ഒരു അതായത് പലരും ജീവിതത്തെ വളരെ നെഗറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുന്നവരാണ്. പോസിറ്റീവായിട്ട് പറയുന്നവർ പോലും ഇപ്പോൾ ഹെമിംഗ്വേ, യു ക്യാൻ കിൽ മീ, യു ക്യാൻ ഡിസ്ട്രോയ് മീ, യു കനോട്ട് ഡിഫീറ്റ് മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ മസിൽ പിടിച്ചൊക്കെ ആൾക്കാർ പറയുന്നില്ലേ. കിഴവനും കടലിലും ഉള്ള ഒരു പ്രമാദമായ ഡയലോഗിനാണ് നോബൽ സമ്മാനം കിട്ടിയത്. പക്ഷേ കക്ഷി എന്ത് ചെയ്ത്? കക്ഷി ഡിഫീറ്റായിപ്പോയി, ആത്മഹത്യ ചെയ്ത്. അതല്ലേ ഈ ഇതിൻ്റെ ഞാൻ സാഹിത്യത്തെ കുറച്ച് പറയുകയല്ല, ഇവർ പ്രതിഫലിപ്പിക്കുന്ന ജീവിതം എന്ന് പറയണത് ഒരു മനുഷ്യൻ ജീവിക്കാൻ സഹായകരമല്ലാത്ത പ്രതിലോമ സിറ്റുവേഷൻസിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. ബൈബിൾ അങ്ങനെയല്ല. ബൈബിൾ എല്ലാ കാലങ്ങളെയും നല്ലതായിട്ട് എടുക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കും. അപ്പോൾ എല്ലാ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. എന്താണ്? ദൈവത്തെ കണ്ടെത്തി ജീവിക്കുക. പല അനുഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് ഇന്ന അനുഭവം മോശമാണ്. ഇപ്പോൾ വീട്ടിലൊരു ആത്മഹത്യ നടന്ന് അതൊരു അനുഭവം മോശമാണ്. ഈ പ്രാവശ്യം പട്ടിണിയാണ്, ജോലി പോയി, ആ അനുഭവം മോശമാണ്. ജോലിക്ക് പ്രൊമോഷൻ കിട്ടി, ആ അനുഭവം നല്ലതാണ്. അങ്ങനെ അതുപോലെ തന്നെ ശമ്പളത്തിന് പെട്ടെന്നൊരു ഹൈക്ക് കിട്ടി, നല്ലതാണ്. അപ്പോൾ നമ്മൾ ചിലതിനെ നല്ലത് ചില മോശമെന്ന് പറയണമെങ്കിൽ ദൈവം എല്ലാത്തിനെയും നല്ലതെന്നാണ് പറയണത്. എന്താ കാര്യം? ദൈവത്തിന് മുമ്പിൽ എല്ലാം നല്ലതാണ്. ഉൽപ്പത്തി 1:31 താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. അപ്പൊ അത് അവിടുന്ന് ഇതിന്റെ കൂടെ ലിങ്ക് ചെയ്യേണ്ടത് നടപടി പുസ്തകത്തിന്റെ 17:24 അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ആ കാലത്തിൽ എന്തൊക്കെ ഉണ്ടാവും? സങ്കടത്തിന്റെ കാലം ഉണ്ടാവും. കാലത്ത് എന്തൊക്കെ ഉണ്ട്? സഭാപ്രസംഗം എടുത്തേ. സഭാപ്രസംഗകൻ 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാനൊരു കാലം, മരിക്കാനൊരു കാലം, ഓപ്പോസിറ്റാണ്. മരിക്കാനൊരു കാലം, നടാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം, തകർക്കാനൊരു കാലം, പണിതുയർത്താനൊരു കാലം, കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ചു നൽകുന്നു. ഈ കാലമെല്ലാം ആരാണ് സൃഷ്ടിച്ചതാണ്? കരയാനുള്ള കാലവും ചിരിക്കാനുള്ള കാലവും കൊല്ലാനുള്ള കാലവും ജീവിപ്പിക്കാനുള്ള കാലവും ഇതാണ് ആരാണ് സൃഷ്ടിച്ചത്? താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നല്ലതാണെന്ന് ദൈവം കണ്ടു. അപ്പോൾ സൃഷ്ടിയിലും ജീവിതത്തിലും അനുഭവത്തിലും സംഭവിക്കുന്നതെല്ലാം ചിലത് നല്ലതും ചിലത് മോശമില്ല, എല്ലാം നല്ലതാണ്. എപ്പോഴാണ് നല്ലതാകണത്? അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ആശ്രയിക്കുന്നവർക്കാണ്. അതാണ് 17:26 ഈ കാലങ്ങളെല്ലാം ഇതാണ്. അപ്പോൾ ഏതനുഭവമായാലും എൻ്റെ ദൈവവേദനെ ദൈവം അതിന് നല്ലതായിട്ട് കാണുന്നു. നിനക്ക് അയച്ചതാണെങ്കിലും ദൈവം അത് നല്ലതായിട്ട് കാണുന്നു. കാരണം അത് നിനക്ക് ദൈവത്തെ കണ്ടെത്താനുള്ള ഉപാധിയായി മാറുമ്പോഴാണ് ദൈവം അനുഭവിക്കുന്ന ആ നന്മ നമുക്കും അനുഭവിക്കാൻ പറ്റുന്നത്.
സങ്കീർത്തനം 119:71. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു, അങ്ങയുടെ വചനങ്ങൾ അഭ്യസിച്ചു എന്നാണ്. അപ്പം ദുരിതങ്ങൾ ഉപകാരമായതിൻ്റെ പേരിൽ വചനങ്ങൾ അഭ്യസിക്കാൻ വേണ്ടി ദൈവാനുഭവത്തിനായി ആ ദുരിതങ്ങളെ അവർ സ്റ്റിയറിങ് ചെയ്ത്, അതാണ് സംഭവം. അപ്പോൾ മോശമൊന്നും പറഞ്ഞൊന്നും ഇല്ല എന്നുള്ള ബൈബിളിൻ്റെ ഒരു നിലപാട്. അത് എന്ത് മോശമെന്ന് പറഞ്ഞാലും ദൈവത്തെ അന്വേഷിക്കാനും വചനത്തെ ജീവിക്കാനും വചനത്തിന് സാക്ഷിയാകാനും നമ്മൾ തീരുമാനിച്ചാൽ എല്ലാ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളാകാം. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയപ്പെട്ടവരെ, ചില പ്രാർത്ഥനകൾ അത് കേൾക്കുന്നില്ലല്ലോ, ദൈവം എൻ്റെ ഈ പ്രത്യേക പ്രതിസന്ധിയിൽ ദൈവം എന്നെ സഹായിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശരാകരുത്. ഞാനിതിങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴേ ഇത് കൃപാസനത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ്. കൃപാസനം ആലപ്പുഴ ജില്ലയിലെ കലവൂര് നാഷണൽ ദേശീയപാതയിൽ ഉള്ള ഒരു ചെറിയ ധ്യാനകേന്ദ്രമാണ്. ഇവിടെ ഒരു ധ്യാനകേന്ദ്രം ചെറുതാണെങ്കിലും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരക്കണക്കിന് മനുഷ്യർ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ഞാനിതിങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഒരു കാലത്ത് ഈ ധ്യാനകേന്ദ്രം സ്ഥാപിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കടലോരത്ത് നല്ല സ്ഥലങ്ങൾ തേടി നടന്ന ഒരു കാലമുണ്ട്. അത് 92 തൊട്ട് 93 വരെയുള്ള 2 കൊല്ല കാലമാണ്. അപ്പോൾ അതിനുവേണ്ടി സ്ഥലം തിരക്കി നടക്കുകയാണ്. അത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കൂടി ജപമാല കൈ തൂക്കി പിടിച്ച് കൊള്ളാവുന്ന തീരദേശത്ത് തുമ്പോടി മുതൽ അർത്തിങ്ക വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ച് നടത്തി. സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. പല സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടുപിടിച്ചു. ഒരു സ്ഥലം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെത്തിയിലെ പുഴ കടലിൽ ചെന്ന് പതിക്കുന്ന ഒരു തുറമുഖം പോലെയുള്ള ഒരു അഴിമുഖമുണ്ട്, റോഡും ഉണ്ട്. അപ്പോൾ ആ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളതുകൊണ്ട് അപേക്ഷ വെച്ച് പള്ളിയിൽ. പക്ഷേ വികാരിച്ചൻ ഓക്കെയാണ്. പള്ളി കമ്മിറ്റിയിൽ 6 മാസം ഞങ്ങളെ പുറത്ത് നിന്ന് സമ്മർദ്ദം ചെയ്തിട്ടാണ് പള്ളി കമ്മിറ്റിയെ കൊണ്ട് അങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുപ്പിക്കാൻ ഒത്തത്. അത് ബിഷപ്പ് ഹൗസിൽ കൊടുത്ത് പ്രൊസീഡിങ്സ് അനുസരിച്ച് ബിഷപ്പിൻ്റെ സാക്ഷ്യം വരണം. ആ ബിഷപ്പിൻ്റെ സാക്ഷ്യം വരുമ്പോൾ തന്നെ 3/4 കൊല്ലമായി. ദാറ്റ് മീൻസ് എങ്ങനെയായാലും 1 ലക്ഷം ജപമാല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. 1 ലക്ഷം ജപമാലയാണ് അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും, ഇപ്പം നിങ്ങൾ ഈ വിഷയം കേൾക്കണം. നിങ്ങൾ കുറച്ചൊക്കെ പ്രാർത്ഥിച്ചിട്ട് അയ്യോ അത് ദൈവം കേട്ടില്ല അതിനെ കൂനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന മുടക്കി പള്ളിപ്പൊക്കം മുടക്കിയൊക്കെ കുറേ ആൾക്കാർ നടക്കണില്ലേ, അവരെ ഈ വിഷയം ശ്രദ്ധിച്ച് കേൾക്കണം ശരിക്കും. കാര്യം ഞങ്ങൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥനയിൽ നമുക്ക് റിട്ടേൺസ് ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് നിരാശയില്ലല്ലോ. പക്ഷേ ബിഷപ്പിടയ്ക്കൊന്നും ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്, ഈ റെസൊല്യൂഷൻ പാസ്സാക്കിയ കമ്മിറ്റിക്കാർ തന്നെ അതിൽ 2-3 പേര് തല തുണിയിട്ട് ബിഷപ്പിൻ്റെ അടുത്ത് പോയി എതിരഭിപ്രായം പറഞ്ഞെന്നാണ് കേട്ടത്. അതുകൊണ്ട് ബിഷപ്പ് സാങ്ഷൻ തന്നില്ല, ആ സ്ഥലം കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി. സ്വാഭാവികമായിട്ട് നമുക്ക് നിരാശയും. അപ്പം ഞങ്ങളുടെ ചില ആൾക്കാർ തിരക്കിയത് ഈ തലയെ തുണിയിട്ട് ബിഷപ്പിൻ്റെ അടുത്ത് പോയ ആരാണ്, പാര വെച്ചത് ആരാണ്, സൂചി വെച്ചത് ആരാണെന്ന് അറിയാം. അതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയണത്. നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദി ആരാണ് നമ്മൾ തിരക്കും. മാപ്പുസാക്ഷി ആരാണത്, അവരുടെ തിരിച്ചു പണിയാൻ വേണ്ടിയായിരിക്കും. ഇപ്പം വൈരാഗ്യത്തോടെ ഭൗതികമായിട്ട് അറ്റാക്ക് ചെയ്തില്ലെങ്കിലും ആളെ മനസ്സിലാക്കി വെക്കാവില്ല എന്നൊക്കെ ഉള്ള ഒരു മാനുഷികമായ ഞാൻ പറയും, ഇങ്ങനെ ഒരു ധാരണ വേണ്ടെന്ന് അച്ഛൻ്റെ അഭിപ്രായം. ഇങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിന് കളയണം. മനസ്സിന് ഭാരമാണ് ഇതൊക്കെ. അപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നാതിരുന്നില്ല, മാനുഷികമായിട്ട് വിഷമം തോന്നി. കാര്യം നമ്മൾ ഇത്രയും അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛോ അച്ഛനെ അറിയാമായിരുന്നു ഇത് ഇങ്ങനെ നടക്കത്തില്ലെന്നെങ്കിൽ പിന്നെ ഞങ്ങളെ നേരത്തെ റിലീവ് ചെയ്തിരുന്നെങ്കിൽ വേറെ സ്ഥലം കണ്ടുപിടിക്കാമായിരുന്നല്ലോ, വെറുതെ 1 വർഷം പോയില്ലേ എന്നൊക്കെ ഞാൻ അച്ഛനോട് സംസാരിച്ചു. ശാന്തവും സൗമ്യമായി സംസാരിച്ചു. അല്ല എനിക്കറിയത്തില്ലായിരുന്നു, അച്ഛൻ പറഞ്ഞു
ഇല്ല അത് പുതിയ എന്തോ ഡെവലപ്മെൻറ്റ്സ് ആണ്, അറിയത്തില്ല, പള്ളിസ്ഥലം വിൽക്കേണ്ട എന്നുള്ളത് പോളിസി മാറ്ററാണ്, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. ആ വിഷയം അങ്ങനെ പോയി. പക്ഷേ ഈ വിഷയം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരോടാ? ജീവിക്കണ ദൈവത്തോടാണ് പ്രാർത്ഥിക്കണത്. ജീവിക്കണ തോടാ പ്രാർത്ഥിക്കണം എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേട്ടിരിക്കും. ഒരു ഭൂമക്കത്ത് അല്ല, ഒരു കത്തെൻ്റെ വന്നിക്കാലല്ലേ, ആ കത്തിതായിരുന്നു എൻ്റെ ഒരു അച്ഛൻ എഴുതിയതാണ്, എൻ്റെ ഒരു സുഹൃത്തച്ഛൻ, എൻ്റെ ഈ സീനിയർ പ്രീസ്റ്റ് എഴുതിയാണ്. ജോസഫ്, സ്ഥലം നിങ്ങൾ അന്വേഷിക്കണമെന്ന് കേട്ടു, ഒന്ന് ചിന്തിച്ച് നോക്കിയേ, സ്ഥലം കൃപാസനം കടലോരത്താണ് വരേണ്ടത്, അത് നാഷണൽ ഹൈവേയിലല്ലേ വരേണ്ടതെന്ന് ചോദിച്ചു. അത്രയേ ഉള്ളൂ കത്ത്. യു ജസ്റ്റ് തിങ്ക് ഓവർ ഇറ്റ്. അതാണ് കത്തിൻ്റെ ഉള്ളടക്കം. ഞാൻ അച്ഛനെ പിന്നീട് കണ്ടു. ഞാൻ പറഞ്ഞു, അച്ഛാ കത്ത് കിട്ടി, സന്തോഷം, പക്ഷേ നമുക്ക് പൈസ ഇല്ലല്ലോ, നാഷണൽ ഹൈവേയിൽ സ്ഥലം മേടിക്കാൻ കാശില്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണില്ല. തന്നെയല്ലേ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാരെല്ലാം എന്നോട് ബന്ധപ്പെട്ട് അക്കാലം പ്രവർത്തിക്കുന്നവരെല്ലാം കടലോരത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരിപ്പോൾ നാഷണൽ ഹൈവേയിൽ അകലെ വന്നിട്ട് പ്രത്യേകിച്ച് ധ്യാനിക്കേണ്ട ആവശ്യമുണ്ടോ അറിയത്തില്ല, അവർ വരുമോ ഇല്ല അറിയത്, മറ്റുള്ളവർ അറിയാൻ പറ്റില്ല, അതുകൊണ്ട് വരത്തുമില്ല. അങ്ങനെ അതുകൊണ്ടൊരു പ്രാക്ടിക്കൽ പോയിൻ്റ് അല്ലത്. അന്ന് എനിക്ക് അങ്ങനെ തോന്നിയത്. എന്നീ പ്രശ്നം വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ ബുദ്ധി നിലവിലിരിക്കുന്ന അറിവൊക്കെ വെച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളെ അളക്കണം. അതുകൊണ്ടുള്ള പോരായ്മയാണ്. അപ്പോൾ ഞാൻ ആ വിഷയം ലീവ് ചെയ്യണമെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അപ്പച്ചൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ നാഷണൽ ഹൈവേയിലാണ് എൻ്റെ ഒരു പള്ളിയുള്ളത്, എനിക്കൊരു പള്ളിയുണ്ട്, അവിടെ ഒരു ദിവ്യകാരുണ്യമുണ്ട്, എൻ്റെ ഒരു കാലം തീരാൻ പോവുകയാണ്. ഫ്രാൻസിസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ ബ്രദറായിരുന്നു, ബ്രദർഹുഡിൽ അൽമയ ബ്രദർഹുഡായിട്ട് ജീവിച്ച ആളാണ്. എനിക്ക് ഈ സ്ഥലം അച്ഛന് തരണമെന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛനെ കുറച്ച് സ്ഥലം ഫ്രീ ആയിട്ട് തരും, കുറച്ച് സ്ഥലം അച്ഛൻ എനിക്ക് എൻ്റെ അടുത്ത് വിലക്ക് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റേ കത്ത് വന്നില്ലേ, അത് കാരണം ഞാൻ ഓർത്തു ഇതിൻ്റെ അകത്ത് കർത്താവിൻ്റെ എന്തോ കളിയുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞു. ഞാൻ സ്ഥലം എന്ന് കണ്ടു. ഒരു 3 മാസം മുമ്പ് ഞാൻ അത് പ്രമാണം ചെയ്തു. അന്നും പ്രമാണം ചെയ്തിട്ടേ ഉള്ളൂ 3 മാസം. കൂടെ എന്താ കാര്യം, ഇവിടെ ആളില്ല, ഒന്നുമില്ല, ഒരു ചെറിയ കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലം, എൻ്റെ കാശുമില്ലാത്തത്, എൻ്റെ അത് എന്തെങ്കിലും ചെയ്യാനുള്ള കാശുമില്ല. എന്നാലും സ്ഥലം കിട്ടിയതുകൊണ്ട് അങ്ങനെ എടുത്തു. പക്ഷേ നമ്മൾ ഇന്ന് നോക്കുമ്പോഴേ വേറെ ഒരു സത്യം കാണുന്നുണ്ട് എൻ്റെ അകത്ത്. ധ്യാനകേന്ദ്രം വളർന്നു, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ഇപ്പോൾ 10,000 മനുഷ്യർ ഇവിടെ വന്ന് ധ്യാനിച്ച് പോകുന്നുണ്ട്. അതൊക്കെ അമ്മയുടെ കാര്യങ്ങളാണ്. അതല്ല ഞാൻ ചിന്തിച്ചത്. അന്ന് ആ സ്ഥലം കിട്ടിയിരുന്നെങ്കിലുള്ള പ്രശ്നമാണ്. ഞാൻ ഇന്ന് ആ സ്ഥലത്ത് പോയി നോക്കുമ്പോഴേ ആ സ്ഥലത്തിൻ്റെ അന്നവിടെ പാലമില്ല, പുഴയ്ക്കെതിരെ ചെറിയ പാലമേ ഉള്ളൂ. ഇന്ന് ഗവൺമെൻറ് ആ പാലം പൊളിഞ്ഞപ്പോൾ ഗവൺമെൻറ് വലിയ പാലം ഉണ്ടാക്കിയപ്പോൾ എന്നാ പറ്റുന്നത് ചെയ്യാവോ, ഈ നമുക്ക് ആ സ്ഥലം, പള്ളിയുടെ സ്ഥലം കിട്ടിയിരുന്നെങ്കിലേ ആ സ്ഥലത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇന്നിപ്പോൾ ഗോവേണി വെക്കണം, വണ്ടിയൊന്നും പോകത്തില്ല. അതാണ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ. അതായത് നമ്മൾ ചിന്തിച്ചിട്ട് കർത്താവിൻ്റെ കണ്ണുനീരോടെ നമ്മൾ നന്ദി പറഞ്ഞു പോകും. കാര്യം അന്ന് ഇടിച്ചിലെ സ്ഥലം നമ്മുടെ പെടയ്ക്ക് വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഗവേണിക്ക് വേണ്ടി ആൾക്കാർക്ക് റോഡിലാണെങ്കിൽ സ്ഥലമില്ല, വണ്ടി ഇടാൻ പോലും അവിടെയെങ്കിലും സ്ഥലമില്ല, പിന്നെ ഇറങ്ങി നിന്നാൽ സ്ഥലമില്ല, താഴേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ചവിട്ടി ഇറങ്ങേണ്ടി വരും, നമ്മൾ സ്റ്റെപ്പിന് ഇറങ്ങേണ്ടി വരും. ആ ഒരു ഗതി. പക്ഷെ അന്ന് ആ സ്ഥലത്ത് ആ പ്രശ്നമില്ല, റോഡും ആ സ്ഥലവും തമ്മിൽ ഒരേ ലെവലായിരുന്നു. അപ്പോൾ ഈശോക്കറിയാമായിരുന്നു അവിടെ പാലം വരാൻ പോണ കാര്യവും ആ സ്ഥലം നമ്മളുടെ പെടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നാളെ കാര്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലവും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ആകപ്പാട് ധ്യാനകേന്ദ്രത്തിന് ഒരു മുന്നോട്ട് റൺ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ ഈശോ അതിനേക്കാൾ ബെസ്റ്റായിട്ടുള്ള സ്ഥലം. അതായത് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുമേ, ഒരിക്കലും ഈശോയോട് കംപ്ലൈൻറ്റ് ചെയ്യരുത്. ദൈവത്തിന് അറിയാം നിനക്ക് എന്ത് വേണമെന്ന്, ദൈവത്തിനറിയാം നിനക്ക് എപ്പോൾ വേണമെന്ന്. അപ്പോൾ സ്ഥലം നിശ്ചയിക്കാനും സമയം നിശ്ചയിക്കാനും ദൈവത്തിന് അധികം ടൈം ആൻഡ് പ്ലേസ്. എപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഭൗതിക ഉന്നമനത്തിൻ്റെ സ്ഥലങ്ങൾ സമയങ്ങൾ നിശ്ചയിക്കാൻ ദൈവത്തിന് നീ വിട്ടുകൊടുക്കുമ്പോൾ അതിന് സമർപ്പണം എന്നാ പേര്. പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെ, പ്രാർത്ഥിക്കുന്നവർക്ക് മസ്റ്റായിട്ട് വേണ്ടതാണ് സമർപ്പണം. സമർപ്പണം അറിയാൻ പാടാത്ത ആൾക്കാർ പ്രാർത്ഥിക്കാൻ നിൽക്കേണ്ട കാര്യം. പ്രാർത്ഥന സമർപ്പണമാണ്. സമർപ്പണ പ്രാർത്ഥനയിലൂടെ ദൈവത്തിനെ പ്രത്യാശിച്ചുകൊണ്ട് മുന്നേറുന്ന വ്യക്തി ഞെരുക്കത്തിലൂടെയാണ് പോകണമെങ്കിൽ അവൻ ജീവൻ്റെ മാർഗത്തിലാണെന്ന് കൂടി തിരിച്ചറിയാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഞങ്ങൾക്ക് ഈ നിമിഷം പോലും ഞങ്ങൾക്ക് നീ പറഞ്ഞു തന്ന ദൈവിക ജ്ഞാനങ്ങൾ ഞങ്ങളുടെ എല്ലാ താഴ്ന്നപ്പിശകളെയും അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിൻ്റെ മനസ്സ് വരെ കാത്തിരുന്നു കൊണ്ട് ഞങ്ങൾ നിരാശരാകാതെ എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനയിൽ
ഉത്തരത്തിന് താമസം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കി മുന്നേറി കർത്താവെ നിന്നെ സമർപ്പിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയിൽ നിറയാൻ സഹായിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, സ്തോത്രം. വരുന്നു. എനിക്ക് സോറിയാസിസിൻ്റെ അസുഖമുണ്ടായിരുന്നു. 25 വർഷമായി ഞാൻ സോറിയാസിസ് മൂലം വളരെ ക്ലേശിക്കുകയായിരുന്നു. എൻ്റെ തലയിൽ താരം പോലെ തുടങ്ങി, ദേഹമാസകലം പൊറ്റ പോലെ ഇങ്ങനെ തൊലി അടർന്നു പോകുമായിരുന്നു. വല്ലാതെ ഞാൻ വിഷമിച്ചിരുന്നു. ഈ തൊലി ഇങ്ങനെ അടർന്നു പോകുമ്പോൾ നല്ല നീറ്റലും അതുപോലെ ചൊറിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പുറത്തിറങ്ങാനൊക്കെ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. മറ്റുള്ളവരെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നോർത്ത് വലിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ആയുർവേദം, ഹോമിയോ, ഇംഗ്ലീഷ് മരുന്നെല്ലാം മാറി ഞാൻ ഒത്തിരി കഴിച്ചതാണ്. കഴിക്കുമ്പോൾ കുറയുമെന്നല്ലാതെ പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെയും വരും. തീർത്തും അങ്ങോട്ട് മാറത്തില്ലായിരുന്നു. അങ്ങനെ വല്ലാതെ ഞാൻ വിഷമിച്ചിരുന്നു. കഴിഞ്ഞ വർഷം എൻ്റെ കാലിന് വല്ലാതെ ഒരു വേദന പോലെ വന്നിട്ട് നീരും ഉണ്ടായിരുന്നു. എനിക്ക് നടക്കുമ്പോഴൊക്കെ ഞാൻ വലിച്ചാണ് നടന്നിട്ടിരുന്നത്. അപ്പോൾ ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് ഞാനിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഞാനിവിടെ പങ്കെടുത്തിരുന്നു. ഞാൻ പേടിച്ചാണ് പോയിരുന്നത് എനിക്ക് അവിടം വരെ എത്താൻ പറ്റുമെന്ന്. പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ അർത്തുങ്കൽ പള്ളി വെളുത്തച്ഛൻ്റെ നടയിലെത്തി. എന്നാലും പൂർണ്ണമായിട്ടും വേദന അങ്ങോട്ടും മാറിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈവിരലിന് വേദനയായി. ആദ്യം ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. വേദന ഇങ്ങനെ അസഹനീയമായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഈ വിരലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണം, അല്ലാതെ അത് മാറത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓപ്പറേഷനൊന്നും പോയില്ല. ഞാനിവിടെ കൃപാസനത്തിൽ വന്നു. കഴിഞ്ഞ ഡിസംബർ 15-ാം തീയതി ഞാനിവിടെ വന്ന് മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ഈ അസുഖത്തെക്കുറിച്ച് ശരിക്കും ഒരു വ്യക്തത എനിക്ക് കിട്ടിയത്. അമ്മ തന്നെ എനിക്കൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു തന്നിട്ട് ഞാൻ അവിടെ ചെന്നു. അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എനിക്ക് സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണ്, ഇത് എല്ലാ ജോയിൻറ്റിനെയും ബാധിക്കും, എല്ലാ ജോയിൻറ്റിനും ഇതുപോലെ ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അവിടുത്തെ മരുന്നിൻ്റെ ഒപ്പം ഞാനിവിടെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഡെയിലി ഞാൻ അത് കഴിക്കുമായിരുന്നു. ഉടമ്പടി തൈലം പുരട്ടി കുളിക്കുമായിരുന്നു. അതുപോലെ പത്രം വിരിച്ച് കിടക്കുമായിരുന്നു. വെഞ്ചരിച്ച തേൻ കഴിക്കുമായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് ഉടമ്പടി പ്രാർത്ഥനയെ ഞാൻ എന്നും ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു 1.5 മാസമായപ്പോൾ തന്നെ ഏകദേശം അല്പം ആശ്വാസം തോന്നി തുടങ്ങി. ആദ്യം കാലിൻ്റെ വേദന മാറി, പിന്നെ അത് കഴിഞ്ഞ് വിരലിൻ്റെ വേദന പൂർണ്ണമായിട്ടും മാറി. ഒരു 3 മാസമായപ്പോഴേക്കും സോറിയാസിസ് പൂർണ്ണമായിട്ടും എൻ്റെ ദേഹത്ത് നിന്ന് അപ്പാടെ അങ്ങോട്ട് മാറി. ഇങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് പോലും തോന്നാത്ത രീതിയിൽ മാറി. ഇപ്പം എനിക്ക് പുറത്തിറങ്ങണതിനൊന്നും ഒരു വിഷമവും ഇല്ല. നേരത്തെ എന്ന് വെച്ചാൽ ഇതിൻ്റെ മരുന്ന് എണ്ണയൊക്കെ പുരട്ടിയിട്ടൊക്കെ വേണം എനിക്ക് പുറത്തിറങ്ങാൻ. ഇപ്പം അങ്ങനെയൊന്നും വേണ്ട, എപ്പോൾ വേണേലും പോകണം. എനിക്കൊരു വിഷമവും ഇല്ലാതെ മാതാവ് അത് പൂർണ്ണമായിട്ടും മാറ്റിത്തന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ എനിക്ക് ചെയ്തെന്ന ഈ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു വലിയ സാക്ഷ്യമാണ് കേട്ടത്. കാര്യം സോറിയാസിസ് നമ്മൾ വിസർപ്പമെന്ന് പറയുന്ന രോഗമാണ്. തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരും, ഭയങ്കര ആകൃതമായിരിക്കും, ഊത്തലായിരിക്കും. അതിൻ്റെ ശാരീരിക പീഡ മാത്രമല്ല, അതിൻ്റെ മാനസിക പീഡമുണ്ട്. ഒരു മനുഷ്യൻ അടുപ്പിക്കത്തില്ല, അറപ്പോട് മാറ്റി നിർത്തും. അത് നമുക്ക് സദ്യക്ക് ഒരു ഭക്ഷണത്തിന് അല്ല ഒരു അടിയന്തരത്തിനോ ഒന്നും പോകാൻ പറ്റത്തില്ല, ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. ഇങ്ങനെ ഭയങ്കരമായ ഒരു രോഗമാണിത്. കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നും, പക്ഷെ അത് വന്നു വിട്ടാൽ അത് ഉള്ളംകാലം ഒരു ഉച്ച വരെ ഈ സംഭവം വരും. അതാണ് അതിങ്ങനെ പടർന്ന് ഓരോ ദിവസം ചെല്ലുന്നതും ഇങ്ങനെ പടർന്നുകൊണ്ട് വരും. അപ്പം അങ്ങനെ ഒരു മഹാവിപത്തിൽ നിന്നാണ് ഈശോ ആ മകളെ സുഖപ്പെടുത്തിയത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഇപ്പോൾ വചനം കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അവർ സൗഖ്യപ്പെട്ടെന്നില്ലേ, അതുപോലെ സാക്ഷ്യം കേൾക്കുമ്പോഴും സൗഖ്യപ്പെടാം. നമുക്ക് ആ ബോധം ഉണ്ടായാൽ മതി, അറിവുണ്ടായാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണീരോടെ പ്രാർത്ഥിക്കാം, സങ്കടത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ആ മകളെ സുഖപ്പെടുത്തിയ പോലെ എൻ്റെ വീടിനെ എന്നെയും സുഖപ്പെടുത്തി പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയ്ക്ക് പ്രവേശിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നല്ലവനായ യേശുവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ ദേവമാതാവേ, ദിവ്യകാരുണ്യനാഥനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എൻ്റെ ഈശോയെ, വചനത്തിൽ ഞങ്ങൾ ശ്രവിച്ചതുപോലെ പല മക്കൾക്കും കർത്താവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുമ്പോൾ അങ്ങയുടെ ഉത്തരമാണ് വരാൻ പോകുന്നത്. അത് മാനുഷികമായ ഉത്തരത്തെക്കാളും ശാശ്വതമായി നിലനിൽക്കുന്നതാണ്. അത് നോക്കി പാർക്കാനുള്ള പ്രത്യാശ കുറഞ്ഞു പോയൊരു മക്കൾ കർത്താവെ, നിരാശയിൽ കർത്താവെ, പ്രാർത്ഥനയിൽ മാന്യം കാണിക്കുന്നുണ്ട്. ഈശോയെ കർത്താവെ, അവർക്ക് വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും കർത്താവെ അരുവി അവർ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കർത്താവ്, പല പ്രാർത്ഥനകൾ കർത്താവ് അങ്ങനെ തിരുസനെ കണ്ണുനീരോടെ വെച്ചിട്ടും മറുപടി ഇല്ലാതെ കർത്താവ് പ്രാർത്ഥിക്കാതുള്ള കാര്യങ്ങൾ നടക്കണ കാണുമ്പോൾ കർത്താവ്, വിശ്വാസത്തിൽ കർത്താവ് ചൈതന്യം കുറഞ്ഞു പോയ മക്കൾ കർത്താവ് അങ്ങനെ തിരുസന്നിധിയിൽ കണ്ണീരോടെ കർത്താവ് നിസ്സഹായരായി നിൽക്കുകയാണ്. ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിന് കർത്താവ് ആന്തരികമായ ബോധ്യം നൽകണ കർത്താവ്. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവ്, സഭയുടെ അധികാരത്തിൽ കർത്താവ്, കുരിശിന്റെ അടയാളത്തിൽ കർത്താവ്, പ്രാർത്ഥന ബന്ധിക്കുന്ന എല്ലാ മക്കളും കർത്താവ്, പ്രാർത്ഥന നിബന്ധനയിൽ സമർപ്പിച്ചിട്ടുള്ള ഓരോ മക്കളുടെ വിശേഷങ്ങളെ കർത്താവ്, ഓരോ ആവശ്യങ്ങൾ കർത്താവ് അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിവാഹ തടസ്സം നേരിടുന്നവർ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, മക്കളില്ലാത്തവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ജോലി കർത്താവ് നഷ്ടപ്പെട്ടവരെ, ജോലി ഇല്ലാത്തൊരു കർത്താവ്, ഭവനവും വീടും കർത്താവ്, ഭവനവും സ്ഥലവും ഇല്ലാത്തൊരു കർത്താവ്, അകലെ ജോലികളിൽ കർത്താവ് സങ്കടങ്ങൾ അനുഭവിക്കുന്ന കർത്താവ്, ഈശോയെ പലതരത്തിലുള്ള സാങ്കേതിക നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകളെല്ലാം കർത്താവ്, സാങ്കേതികമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, പഠനപരമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, ജോലി സംബന്ധമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ കർത്താവ് സർവ്വ തടസ്സങ്ങളും യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്ന യേശു സ്വന്തം. ഹല്ലേലൂയ ശക്തിയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, യോഗ്യതാ പരീക്ഷകൾ എഴുതുന്നവരെ, മത്സര പരീക്ഷകൾ എഴുതുന്നവരെ, കർത്താവേ എക്സാം എഴുതുന്നവരെ, എൻട്രൻസ് എഴുതുന്നവരെ, ടെസ്റ്റുകൾ നടത്തുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെ അപേക്ഷകളെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം താമസിക്കുന്നുവെന്ന് നിങ്ങൾ സങ്കടപ്പെടുന്ന അപേക്ഷകൾ ഇപ്പോഴീ ആശീർവാദ സമയത്ത് മുട്ടിൽ നിന്ന് കൈകൂപ്പി കണ്ണീരുടെ കർത്താവിന് സമർപ്പിക്കുക. ഈ ആരാധന ആശീർവാദം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ കൃപാസനത്തിൽ അഖണ്ഡ ജപമാലയ്ക്കും ഉടമ്പടി പ്രാർത്ഥനയ്ക്കും എത്തി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഇപ്പോൾ തുണയായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിലാണ് ഈ ആശീർവാദം. ഈശോ നൽകുന്ന ഈ ആശീർവാദത്തിലെ എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള ബോധ്യത്തോടു കൂടി നിങ്ങളുടെ സങ്കടങ്ങളെ ആരാധനയിൽ സമർപ്പിക്കുക. ആരാധനയുടെ ആശീർവാദ നിമിഷങ്ങളെ ലഭിക്കുന്ന സൗഖ്യത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടി മനസ്സിൽ തീരുമാനിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു തരുമെന്ന് പറഞ്ഞ ദൈവം ഇതാ നിങ്ങളുടെ സമസ്ത നിയോഗങ്ങളുടെ മേൽ തൻ്റെ ആത്മാവിൻ്റെ മുദ്ര പതിക്കുകയാണ്. ഇരുകരങ്ങൾ ഉയർത്തി അതിശക്തമായ സ്വരത്തിൽ സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യ മുദ്ര നിങ്ങളുടെ രോഗാതുരമായ അവസ്ഥകളില്, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളില്, ജോലി നഷ്ടപ്പെട്ട വ്യക്തികളില്, പുരപടി ആരംഭിച്ച് പൂർത്തീകരിക്കാത്ത കുടുംബങ്ങളില്,
ജോലിക്ക് വേണ്ടി അശ്രാന്തമായ പരിശ്രമങ്ങൾ നടത്തുന്നവര്, വിദേശ ജോലി ആഗ്രഹിക്കുന്നവര്, ഇറ്റലി ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, ഇസ്രായേൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, അയർലൻഡിൽ പോകാൻ ആഗ്രഹിക്കുന്നവര്, വിദേശ രാജ്യങ്ങളില്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര് ഈശോ ആശീർവദിക്കുകയാണ്. കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവസന്നിധിയിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, കർത്താവേ സ്തോത്ര ദൈവമേ. ഹല്ലേലൂയ. ശിരസ് നമിച്ച് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.